കഴിഞ്ഞ ദിവസം കഴിഞ്ഞുപോയ കാര്യങ്ങളോർത്ത് ഫോണിൽ കുക്കിംഗ് വീഡിയോ കാണുകയാണ് ലക്ഷ്മി. അവൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച പരിഗണനയും കെയറിങ്ങുമെല്ലാം ഇന്നവൾക്ക് അനുഭവിക്കാൻ സാധിച്ചു. അവൾ മനസ്സിലോർത്തു, അയാൾ എന്തിനു വേണ്ടിയാവും ഇത്രയും തിരക്കുകൾക്കിടയിലും എന്നെ പരിചരിച്ചത്, അത്രയും സമയം കൂടി നിന്നത്. മറ്റ് തിരക്കുകൾ ഒന്നുമില്ലെന്നും ഇന്നലെ മൊത്തം ഫ്രീ ആണെന്ന് അയാൾ പറഞ്ഞെങ്കിലും അയാൾ വലിയ ബിസിനസ്സുകാരനല്ലേ, അപ്പോൾ തിരക്കില്ലാതെ ഇരിക്കുമോ? എന്തായാലും രാജീവേട്ടനെ ഒന്ന് വിളിച്ചാലോ, കൂട്ടത്തിൽ ഇതും പറയാം. അവൾ അതും ആലോചിച്ച് ഫോൺ എടുത്ത് രാജീവിനെ വിളിച്ചു. റിംഗ് ഉണ്ടെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ല. ഉറങ്ങായിരിക്കും, ശല്യം ചെയ്യണ്ട, ഉറങ്ങിക്കോട്ടെ. ഇനി എന്തായാലും ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എടുക്കാം, അങ്ങോട്ട് ഇനി വിളിക്കണ്ട, അവൾ മനസ്സിൽ കരുതി. ലക്ഷ്മി രാജീവിൻ്റെ കോളിനായി അന്ന് മുഴുവൻ കാത്തിരുന്നു. എന്നാൽ അതുണ്ടായില്ല. തനിക്ക് വേണ്ടി അന്യായ ഒരാൾ അയാളുടെ ജീവിതത്തിലെ വിലക്കപ്പെട്ട മണിക്കൂറോളം തനിക്ക് വേണ്ടി നീക്കി വെച്ചിട്ടും തൻ്റെ ഭർത്താവിന് തനിക്ക് വേണ്ടി വെറും 5 മിനിറ്റ് പോലും ബാക്കി വെക്കാൻ സാധിക്കാത്തതിൽ അവൾക്ക് അതിയായ നിരാശയുണ്ടായി. അവൾ പെട്ടെന്ന് തന്നെ മറ്റു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു. അടുക്കളയിൽ പോയി മുടി കെട്ടിവെച്ച് ദോശ ചുട്ടു. രാജീവില്ലാത്തതുകൊണ്ട് തന്നെ സാമ്പാർ ഉണ്ടാക്കാനോ ചട്നി വെക്കാനോ അവൾ കൂട്ടാക്കിയില്ല. ദോശയിൽ പഞ്ചസാരയിട്ട് അവൾ 2 ദോശ കഴിച്ചു. അവൾക്ക് ആരോടെങ്കിലും സംസാരിക്കണം എന്ന തോന്നലുണ്ടായി. അപ്പോഴാണ് അവളുടെ ഇളമയെക്കുറിച്ച് അവൾ ഓർത്തത്. തൻ്റെ 20-ാം വയസ്സിൽ അച്ഛനും അമ്മയും ഒരു ആക്സിഡൻറ്റിൽ മരിച്ചതിൽ പിന്നെ അവൾക്കൊരു സഹായം ഉണ്ടായിരുന്നത് അവളുടെ ഇളയമ്മ മാത്രമാണ്. കുറേ നാൾ അവൾ ഇളയമ്മയുടെ വീട്ടിലായിരുന്നു താമസം. പിന്നീട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അവർക്ക് താനൊരു ഭാരമാവരുത് എന്ന ചിന്തയോടെ സ്വയം അവിടെ വിടുകയായിരുന്നു. ലക്ഷ്മിയെ പറഞ്ഞഴക്കാൻ അവർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. എങ്കിലും അവസാനം ലക്ഷ്മിയുടെ നിർബന്ധത്തിന് അവർ വഴങ്ങുകയായിരുന്നു. അവിടെ നിന്ന് മാറിയ ശേഷം അവൾ കുറേ കാലം ഒരു സ്ത്രീയുടെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുകയായിരുന്നു. ഇളയമ ഇളയച്ചൻ്റെയും മുന്നിൽ നിർത്തിക്കൊണ്ടാണ് അവളുടെ വിവാഹം നടത്തിയതും. എന്നാൽ വിവാഹത്തോടനുബന്ധിച്ചുള്ള ചിലവുകൾക്കും സ്ത്രീധനത്തിനുമായി അവർക്ക് അവളുടെ തറവാട് വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ അവർക്ക് കയറി ചെല്ലാൻ ഒരു വീട് പോലും സ്വന്തമായില്ല. കല്യാണത്തിന് മുമ്പ് സാമ്പത്തികമായി പിറകിൽ നിന്നിരുന്ന രാജീവിന് വിവാഹശേഷമാണ് ഉയർച്ച ഉണ്ടാവുന്നതും. അല്ലായിരുന്നെങ്കിൽ സിനിമ നടികളെ വെല്ലുന്ന സൗന്ദര്യമുള്ള ലക്ഷ്മിയേക്കാൾ സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന പെണ്ണിനായിരിക്കും രാജീവ് മുൻതൂക്കം കൊടുക്കുക. ലക്ഷ്മി ഫോൺ എടുത്തുകൊണ്ട് തൻ്റെ ഇളയമ്മയുടെ ഫോണിലേക്ക് വിളിച്ചു. ഹലോ. ആ ഹലോ മോളെ, എത്ര നാളായി നീ ഇങ്ങോട്ട് വിളിച്ചിട്ട്? നിനക്ക് സുഖമാണോ? ഇളയമ്മ ചോദിച്ചു. ആ, സുഖമായിട്ടിരിക്കുന്ന ഇളയമ്മേ. അവിടെ എല്ലാവർക്കും സുഖമല്ലേ? രോഹിണിയും വിദ്യയും എന്തെടുക്കുന്നു? ഇളയമ്മയുടെ മക്കളും ലക്ഷ്മിയുടെ അനിയത്തിമാരാണ്. അവർക്കെല്ലാം സുഖാടി. നിനക്കൊന്ന് ഇങ്ങോട്ടേക്ക് വന്നൂടെ രാജീവിനെയും കൂട്ടിക്കൊണ്ട്? ഇളയമ്മ ചോദിച്ചു. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അമ്മേ, രാജീവിന് സമയം കിട്ടണ്ടേ. ആൾക്കെപ്പോഴും തിരക്കാം. ഇപ്പോൾ തന്നെ ആൾ അമേരിക്കയിലേക്ക് പോയിരിക്കുകയാണ് ബിസിനസ് ട്രിപ്പിന്. ആഹാ, എന്നിട്ട് നീ കൂടെ പോയില്ലേ? ഇല്ല, എനിക്കതിന് എവിടെയാ പാസ്പോർട്ട്? ഇതൊക്കെ നിനക്ക് എടുത്തു വെച്ചൂടെ പെണ്ണെ? ഇളയമ്മ ചോദിച്ചു. കേരളം വിട്ട് ആകെ കൂടി തമിഴ്നാട്ടിൽ മാത്രം പോയിട്ടുള്ള എനിക്ക് എന്തിനാ ഇളയമേ പാസ്പോർട്ട്? ഇപ്പോൾ തന്നെ ഒരു 3-4 ട്രിപ്പിന് വേണ്ടി കെഞ്ചി തുടങ്ങിയിട്ട് കാലം കുറേയായി. ഇപ്പോൾ അമേരിക്കയുടെ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞ് വീണ്ടും അത് മുടക്കി. അല്ല, അപ്പോൾ നീ അവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ? അതെ ഇളയമേ. ആണോ? എന്നാൽ പിന്നെ നിനക്ക് ഇങ്ങോട്ട് പോന്നൂടായിരുന്നോ? ഏയ്, അത് സാരമില്ല. ആൾ പറഞ്ഞതാ വേണമെങ്കിൽ ആളുടെ വീട്ടിൽ പോയി നിൽക്കാൻ. എനിക്കിപ്പോൾ തൽക്കാലം ഇവിടെ തന്നെ നിന്നാൽ മതി. പഴയ പോലെ പേടിയൊന്നുമില്ല. ഇങ്ങനൊരു പെണ്ണ്. പിന്നെ മോളെ, ഞാൻ നിന്നോട് ഒരു കാര്യം സൂചിപ്പിച്ചായിരുന്നില്ലേ? രോഹിണിക്കിപ്പോൾ പ്രായം 22ആയി. അവൾക്ക് യോജിച്ച ഒരു കാര്യം ഒത്തു വന്നിട്ടുണ്ട്. അവൾക്കും പയ്യനെ ഇഷ്ടമായി. നീ ഒന്ന് രാജുവിനോട് സംസാരിക്കണം. കടമായിട്ട് കുറച്ച് പൈസയുടെ കാര്യം, പലിശയ്ക്ക് കുറച്ച് പണവും എടുക്കാം. പിന്നെ ലോണായിട്ടും കുറച്ച് പണവും എടുക്കാം. പിന്നെ ഇവളുടെ താഴെയും ഒരു പെണ്ണ് നിൽക്കല്ലേ. അതിളയമ്മേ, ഞാൻ സംസാരിച്ച് നോക്കാം. അവള് എൻ്റെയും കൂടി അനിയത്തിയല്ലേ. രാജീവേട്ടൻ സഹായിക്കാതിരിക്കില്ല, ലക്ഷ്മി പറഞ്ഞു.
തൻ്റെ ഇളയമ്മ ആദ്യമായിട്ടാണ് ലക്ഷ്മിയോട് ഒരു സഹായം ആവശ്യപ്പെടുന്നത്. അതെങ്ങനെയെങ്കിലും നടത്തി കൊടുക്കണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. കടായിട്ട് മതി മോളെ, ഒരു 2 വർഷത്തിനുള്ളിൽ അത് നമുക്ക് തിരിച്ചു കൊടുക്കാം. ശരി ഇളയമ്മേ, ഞാൻ പിന്നെ വിളിക്കാം. ആ, എങ്കിൽ ശരി മോളെ. ഇതും പറഞ്ഞ് അവൾ ഫോൺ വെച്ചു. ലക്ഷ്മി ആലോചിച്ചു ഈ കാര്യം എങ്ങനെ രാജീവേട്ടനോട് ചോദിക്കുമെന്ന്. ക്യാഷിൻ്റെ കാര്യത്തിൽ കടുംപിടുത്തക്കാരനാണ് രാജീവ്. ആർക്കും ഒരു ചില്ലറ പോലും വെറുതെ കൊടുക്കില്ല. എന്തായാലും നല്ല സമയം വരട്ടെ, ചോദിക്കാം. ഇത് മൂർത്തുകൊണ്ട് അവൾ റൂമിൽ കിടക്കുമ്പോഴാണ് വീട്ടിലെ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം മുഴങ്ങുന്നത്. ഈ നേരത്ത് ഇതാരാ ഇത്? അവൾ സ്വയം പിറുപിറുത്തു. അവൾ ചെന്ന് ഡോർ തുറന്നു. മുന്നിൽ വീണ്ടും വന്നിരിക്കുകയാണ് താൻ കുറച്ചു മുമ്പ് കൂടി മനസ്സിലാലോചിച്ച മനുഷ്യൻ. ബോഡി ഫിറ്റായ ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് ജീൻസുമാണ് വേഷം. അവൻ്റെ താടി ശരിക്കും ഡ്രം ചെയ്ത് ഷേപ്പായിരിക്കുന്നു. അതുപോലെ തന്നെ അവൻ്റെ പെർഫ്യൂമിൻ്റെ മണം അവൾക്ക് നല്ല രീതിയിൽ ബാധിച്ചിരിക്കുന്നു. മുമ്പ് 2 തവണ കണ്ടപ്പോഴും ഇതേ സ്മെല്ല് അവൾക്ക് കിട്ടിയിരുന്നു. എന്താ ഇപ്പോൾ വീണ്ടും? റഫീഖിനെ കണ്ടതും ലക്ഷ്മി ചോദിച്ചു. ഏയ് ഒന്നുമില്ല ലക്ഷ്മി, ഇങ്ങോട്ടേക്ക് വേണ്ടി തന്നെ ഇറങ്ങിയതാ. ഇയാളെ ഒന്ന് കാണണമെന്ന് കരുതി. എന്നെയോ? എന്തിന്? അതിവിടെ വേറെ ആരും ഇല്ലല്ലോ. മിഞ്ഞാന്ന് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കി കഴിഞ്ഞിട്ട് പിന്നെ ഒരറിവും ഇല്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഒന്ന് ചെക്ക് ചെയ്യാമെന്ന് കരുതി വന്നതാ. ലക്ഷ്മി വീണ്ടും റഫീഖിനെ സംശയത്തോടെ നോക്കി. ശരി, അകത്തേക്കിരിക്കാം. ആ, ആയിക്കോട്ടെ. ലക്ഷ്മി അവനെ ഹോളിലേക്ക് കൊണ്ടുപോയി. ഇരിക്ക്, ലക്ഷ്മി പറഞ്ഞു. അന്നങ്ങനെ ഉണ്ടായിൽ പിന്നെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? റഫീഖ് ചോദിച്ചു. ഏയ് ഇല്ല, എനിക്ക് മുമ്പും ഡീഹൈഡ്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ചെറിയൊരു ക്ഷീണമുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി, ലക്ഷ്മി പറഞ്ഞു. ഇയാളുടെ വീടിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. വീട്ടിൽ ആരൊക്കെയുണ്ട്? റഫീഖ് ചോദിച്ചു. ഇപ്പോൾ അങ്ങനെ പറയാൻ മാത്രം ആരുമില്ല. അച്ഛനും അമ്മയും എൻ്റെ 20-ാം വയസ്സിൽ പോയി. പിന്നെ ആകെയുള്ളത് ഇളയമ്മയാണ്. ഓ സോറി, ഞാൻ ചോദിച്ചത് തനിക്ക് ബുദ്ധിമുട്ടായോ? ഏയ് സാരമില്ല, അവർ മരിച്ചിട്ടിപ്പോൾ 9 വർഷമായി കാണും. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ, ലക്ഷ്മി പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും ജീവിതത്തിൽ ഒറ്റപ്പെടലിൻ്റെ വേദന എനിക്ക് മനസ്സിലാവും. ജീവിതത്തിൽ പലതവണ അത് ഞാൻ അനുഭവിച്ചതാണ്. അല്ലെങ്കിലും ജീവിതത്തിൽ എല്ലാവരും വേണമെന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ, ലക്ഷ്മി പറഞ്ഞു. റഫീഖ് അവളെ മൊത്തത്തിലൊന്ന് നോക്കി. എന്നിട്ട് മനസ്സിൽ പറഞ്ഞു, എന്തൊരു മൊഞ്ച ഇവളെ കാണാൻ. അതിലും നല്ല സ്വഭാവവും ഉണ്ട്. ഇവളെ എനിക്ക് തന്നെ തരണേ എന്ന് അവൻ പ്രാർത്ഥിച്ചു. സോറി, ഞാൻ ചോദിക്കാൻ മറന്നു. കുടിക്കാൻ എന്താ വേണ്ടേ? ലക്ഷ്മി ചോദിച്ചു. റഫീഖ് പെട്ടെന്ന് നെട്ടി. എന്നിട്ട് പറഞ്ഞു, ആ എന്തായാലും മതി. എങ്കിൽ ജ്യൂസ് എടുക്കട്ടെ? ആ ആയിക്കോട്ടെ. അതും പറഞ്ഞ് ലക്ഷ്മി അടുക്കളയിലേക്ക് പോയി. റഫീഖിന് ആകെ ആശയക്കുഴപ്പമായി. റഫീഖ് മനസ്സിലാലോചിച്ചു. അങ്ങോട്ട് പോകണോ? വേണ്ട, തെറ്റിദ്ധരിച്ചാലോ? അല്ലെങ്കിലും അവളെ ഒന്ന് കണ്ടെന്ന് വെച്ച് എന്താവാനാ? ഒന്ന് പോയി നോക്കാം. റഫീഖ് അങ്ങോട്ട് പോകുമ്പോൾ തിരിഞ്ഞ് നിന്നുകൊണ്ട് മാങ്ങ നുറുക്കി മിക്സിയിലേക്ക് ഇടുകയാണ് ലക്ഷ്മി. റഫീഖിൻ്റെ കണ്ണു വീണ്ടും ആ പപ്പായിലേക്ക് പോയി. പിന്നെ റഫീഖിന് നിയന്ത്രണം കിട്ടിയില്ല. അവൻ ലക്ഷ്മിയുടെ അടുത്തേക്ക് ചെന്നു. ഒരൊറ്റ അടിയായിരുന്നു ലക്ഷ്മി അവൻ്റെ കവിളത്ത്. പിന്നീട് നടന്നതെല്ലാം ഒരു സ്വപ്നം പോലെയാണ് റഫീഖിന് തോന്നിയത്. ഇറങ്ങിപ്പോടോ എൻ്റെ വീട്ടിൽ നിന്ന്. ഇനി എൻ്റെ വീടിൻ്റെ പടി ചവിട്ടിപ്പോകരുത്. ലക്ഷ്മിയുടെ വാക്കുകൾ അവനെ കുത്തി നോവിച്ചു. അവൻ തിരികെ നടന്നു പോകും വഴി മനസ്സിലോർത്തു, ഒന്നും വേണ്ടിയിരുന്നില്ല. അവൻ ഒരിക്കലും ഇങ്ങനൊരു പ്രതികരണം പ്രതീക്ഷിച്ചതല്ല. അവൻ തിരികെ കാറിലേക്ക് ചെന്ന് കയറി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അവൻ ഇങ്ങനൊരു അനുഭവം. അവൻ തൻ്റെ കാറിലെ മിറർ ഗ്ലാസ്സിൽ നോക്കിയപ്പോൾ മുഖത്ത് അടികൊണ്ട പാടുണ്ട്. അവൾ അവൻ്റെ വണ്ടി എടുത്ത് തിരികെ അവൻ്റെ വീട്ടിലേക്ക് പോയി. ലക്ഷ്മിക്ക് അപ്പോഴും നടന്ന കാര്യത്തിൻ്റെ നെട്ടൽ വിട്ടുമാറിയിട്ടില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരുന്നു. അവൾ മനസ്സിലാലോചിച്ചു, അയാൾ ഇങ്ങനൊരാളായിരുന്നു. ഇയാളുടെ കൂടെയല്ലേ ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയത്. അവൾക്ക് ആലോചിക്കും തോറും അവനുള്ള വെറുപ്പ് വർദ്ധിച്ചു വന്നു. എന്നാൽ
വീട്ടിൽ തിരിച്ചെത്തിയ റഫീഖ് ആ നിമിഷത്തെപ്പറ്റി ആലോചിക്കാൻ തുടങ്ങി. ഷേ, താൻ ചെയ്തത് മോശമായി പോയോ? എങ്ങനെയെങ്കിലും അവളുടെ മനസ്സിൽ കയറിപ്പറ്റണം. ഇന്നത്തെ സംഭവത്തോടു കൂടി റഫീഖിൻ്റെ മനസ്സിൽ ലക്ഷ്മിയോട് പ്രണയവും മറ്റെന്തൊക്കെയോ തോന്നാൻ തുടങ്ങി. അവൻ്റെ മനസ്സിൽ അവളെ ആരാധിക്കാൻ തുടങ്ങി. അവൻ്റെ ആദ്യത്തെ ലക്ഷ്യം രാജുവിൽ നിന്നും അവളെ അകറ്റുക എന്നാണ്. അതിനുവേണ്ടി അവൻ കരുക്കൾ നീക്കി. അടുത്ത ദിവസം സമയം രാത്രി 7 മണി. രാജുവേട്ടനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അല്ലെങ്കിൽ വേണ്ട, തിരക്കായിരിക്കും. എന്തായാലും ഇപ്പോൾ 2 ദിവസമായിട്ടില്ലേ വിളിച്ചിട്ട്, എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. അവൾ ഫോണെടുത്ത് രാജുവിനെ വിളിച്ചു. റിങ്ങുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. അവൾ രണ്ടാമതും വിളിച്ചു. കോള് കണക്റ്റായി. ഹലോ, പറയടോ. ഏട്ടാ, ഒന്നുമില്ല. 2 ദിവസമായിട്ട് ഒരറിവുമില്ലല്ലോ. തിരക്കിനിടയിൽ ശല്യമാണെന്ന് കരുതിയ ഞാൻ വിളിക്കാതിരുന്നത്. ഏട്ടൻ ഫ്രീ ആകുമ്പോഴൊന്ന് ഇങ്ങോട്ട് വിളിച്ചൂടെ? ആ, അതേതായാലും നന്നായി. ഇയാൾക്കിങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ മതി. ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല. ഇനിയിപ്പോൾ വിളിച്ചാലും തനിക്ക് എന്താ ചോദിക്കാനുള്ളത്? ഫുഡ് കഴിച്ചോ? ടാബ്ലറ്റ് ടൈമിന് കഴിക്കുന്നില്ലേ എന്നൊക്കെയല്ലേ? ആ സമയം കൂടി ഞാൻ പ്രൊഡക്റ്റീവായി ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ, രാജീവ് പറഞ്ഞു. അല്ലേട്ടാ, 2 ദിവസം മുമ്പ് എനിക്ക് നല്ല സുഖമില്ലായിരുന്നു. പനിയും തലചുറ്റലും പോലെ തോന്നി. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ അവിടുന്ന് ട്രിപ്പ് ഇട്ടു. എടോ, ഞാൻ തന്നോട് ആദ്യമേ പറഞ്ഞതല്ലേ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിന് പകരം എൻ്റെ അമ്മയുടെ കൂടെ ചെന്ന് നിൽക്കാൻ. താനത് കേട്ടില്ല. എനിക്കെന്തായാലും ജോലി കഴിഞ്ഞ് 24 മണിക്കൂറും ഇയാളെ നോക്കി വീട്ടിലിരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ തലചുറ്റി അവിടെ വല്ലതും ബോധം കെട്ട് വീണിടുന്നെങ്കിൽ എന്ത് ചെയ്താനേ? ഒറ്റ മനുഷ്യൻ അടുക്കാത്ത സ്ഥലമാ, രാജീവ് കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ട് ലക്ഷ്മി, അതേട്ടാ, അമ്മയ്ക്ക് ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്ന് ഏട്ടൻ അറിയില്ലേ? ഏട്ടൻ ഇതുവരെ കുഞ്ഞുണ്ടാവാത്തത് എൻ്റെ കുറ്റം കൊണ്ടാണെന്നാണ് അമ്മ ഇപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് തന്നെ വിളിക്കാത്തത്. വെറുതെ ആവശ്യമില്ലാതെ ഉറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കും. സോറി ഏട്ടാ, ഞാനെൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാ. തനിക്ക് മാത്രമേ ഉള്ളൂ ഈ വിഷമം. തനിക്ക് വേറൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ കട്ടാക്കുക. അയ്യോ ഏട്ടാ, ഒരു കാര്യം കൂടിയുണ്ട്. ഞാൻ ഇളയമ്മയെ വിളിച്ചിരുന്നു. രോഹിണിക്ക് ഒരു ബന്ധം ഒത്തു വന്നിട്ടുണ്ടെന്ന്. അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ അറിയാലോ. കുറച്ച് പണം കടമായി കൊടുക്കാൻ പറ്റുമോ എന്ന് ഏട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. ഇത് കേട്ടതും രാജീവ് മനസ്സിൽ, ഓഹ്, ഇവറ്റകൾക്ക് ഒരു നാണവുമില്ലേ? ചേച്ചിയുടെ മകളെ കിട്ടുന്ന പേരും പറഞ്ഞ് എന്നോട് ക്യാഷ് ചോദിക്കാൻ. എടോ, അതിന് എൻ്റെ കയ്യിൽ എവിടുന്ന ക്യാഷ്? ഞാൻ ഇപ്പോൾ ആകെ ടൈറ്റില്ല. അവരോട് വേറെ എന്തെങ്കിലും വഴി നോക്കാൻ പറ, രാജീവ് പറഞ്ഞു. അതല്ല ഏട്ടാ, എൻ്റെ സ്വർണം കുറച്ച് കാണുമല്ലോ. കുറേയൊക്കെ വിറ്റും പണയം വെച്ചും തീർന്നു. ഇപ്പോൾ ഉള്ളത് എങ്ങനെ നോക്കിയാലും ഒരു 7-8 പവൻ കാണും. അതിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ? ഓ, അപ്പോൾ താൻ ഇതിനെല്ലാത്തിനും കണക്ക് വെച്ചിട്ടുണ്ട്. തൻ്റെ എന്നൊക്കെ. ആ സ്വർണം ഞാൻ മറ്റൊരാവശ്യത്തിനായി വെച്ചിരിക്കുന്നതാ. തനിക്കത്ര നിർബന്ധമാണെങ്കിൽ അതങ്ങ് കൊടുത്തേക്ക്, ഞാൻ വെക്കുക. അവൻ്റെ ശബ്ദമുണർന്ന് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അത് പറഞ്ഞത്. ഹലോ ഏട്ടാ, വെക്കല്ലേ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച്. അവൾ പറഞ്ഞു തീർക്കും മുമ്പേ അവൻ കോള് കട്ടാക്കി. ലക്ഷ്മിക്ക് ഒരടി കിട്ടിയ പോലെ അനുഭവപ്പെട്ടു. താൻ പറയുന്നതൊന്നും തൻ്റെ ഭർത്താവ് മുമ്പും കേട്ടിട്ടില്ല. പക്ഷേ അതുപോലെയല്ല ഇത്. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവരുടെ കുഞ്ഞനുജത്തിയുടെ കാര്യത്തിനായി തൻ്റെ ഇളയമ്മ ജീവിതത്തിൽ ആദ്യമായാണ് തന്നോട് ഒരു സഹായം ചോദിക്കുന്നത്. ഒരിക്കലും അത് പറ്റില്ലെന്ന് പറയാൻ അവൾക്കാവില്ല. ലക്ഷ്മിക്ക് ആലോചിക്കും തോറും നിരാശ വർദ്ധിച്ചു. 2 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് രാത്രിയോടെ രാജീവ് തിരിച്ച് നാട്ടിലെത്തും. ലക്ഷ്മി കുളിച്ചമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞ് ഒരു കസവ് സാരി വേഷത്തിൽ ഫോണിൽ പാട്ടും കേട്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അവൾ കേട്ടത്. അവൾ ചെന്ന് വാതിൽ തുറന്നതും കാണുന്നത് താൻ അടിച്ചിറക്കി വിട്ട ഇനി ഒരിക്കലും കാണേണ്ടി വരില്ലെന്ന് മനസ്സിലുറപ്പിച്ച ആ ശല്യത്തെയാണ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതിൻ്റെ തേർഡ് പാർട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റോറീസൊക്കെ മുഴുവനായും നല്ല പച്ചക്ക് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം.
അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.